നമസ്കാരം. ഓം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധ പ്രഥമോധ്യായയിലെ 13 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സൂതനോട് അവിടെ സമ്മേളിച്ചിരുന്ന മഹർഷിമാരിൽ മുഖ്യനായ ശൗനകൻ ചോദിക്കുന്ന ഭാഗമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. സൂതനെ പുകഴ്ത്തി പറയുകയാണ് അവിടെ ഇരിക്കുന്ന മഹർഷിമാരെല്ലാം. അങ്ങ് വ്യാസൻ്റെ എല്ലാ പുരാണങ്ങളും വ്യാസരചിതമായ എല്ലാ പുരാണങ്ങളും പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങയെപ്പോലെ ഉത്തമനായ മറ്റൊരാളുമില്ല ഈ ദേവീ ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്നൊക്കെ പറയുകയാണ് കൂടിയിരിക്കുന്ന ബ്രാഹ്മണ മഹർഷിമാരെല്ലാവരും. ശ്ലോകം 13. സാത്വികം തത്ര വേദാന്തം മീമാംസാ രാജസമ്മതം താമസം ന്യായശാസ്ത്രം ച ഹേതുവാദാഭിയന്ത്രിതം. ശാസ്ത്രങ്ങളിൽ സാത്വികമായിട്ടുള്ളത് വേദാന്തമാണ്, രാജസമമായിട്ടുള്ളത് മീമാംസയാണെന്നും പറയുന്നു. ഹേതുവാദങ്ങൾ നിറഞ്ഞ ന്യായശാസ്ത്രം താമസവുമാണ്. ശ്ലോകം 14. തഥൈവ ച പുരാണാനി ത്രിഗുണാനി കഥാനകൈഹൈ കഥിതാനി ത്വയാ സൗമ്യ പഞ്ചലക്ഷണവന്തി ച. അപ്രകാരം തന്നെ അങ്ങ് പറയുന്ന പുരാണങ്ങളിലും ത്രിഗുണാത്മകമായ കഥകളാണുള്ളത്. ആ പുരാണങ്ങൾ 5 ലക്ഷണങ്ങളും ആ പുരാണങ്ങൾക്കെല്ലാം 5 ലക്ഷണങ്ങളും ഉണ്ട്. ശ്ലോകം 15. തത്ര ഭാഗവതം പുണ്യം പഞ്ചമം വേദസംഹിതം കഥിതം യത്വയാ പൂർവം സർവലക്ഷണസംയുതം. ആ പുരാണങ്ങളിൽ വേദതുല്യമായി 5ാമതൊന്നുണ്ടെങ്കിൽ അതാണ് ഭാഗവതമെന്ന പുണ്യഗ്രന്ഥം. അത് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞതാണെന്ന് അങ്ങ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്ലോകം 16. ഉദ്ദേശമാത്രേണ തഥാ കീർത്തിതം പരമാത്ഭുതം മുക്തിപ്രദം മുമുക്ഷൂണാം കാമദം ധർമ്മദം തഥാ. മുമുക്ഷുക്കൾക്ക് മുക്തി നൽകുന്നതും അതേപോലെ അർത്ഥികൾക്ക് ആഗ്രഹം സാധിപ്പിക്കുന്നതും ധർമ്മം ആചരിക്കാൻ സഹായിക്കുന്നതും പരമാത്ഭുതവുമായ ആ കഥകളിൽ ചിലതു മാത്രമാണ് അന്നങ്ങ് പറഞ്ഞത്. ശ്ലോകം 17. വിസ്തരേണ തദാഖ്യാഹി പുരാണോത്തമമാദരാത് ശ്രോതുകാമാദ്വിജാ സർവേ ദിവ്യം ഭാഗവതം ശുഭം. പുരാണങ്ങളിൽ അത്യുത്തമമായ അത് ഞങ്ങളോട് വിസ്തരിച്ചു പറയണം. ബ്രാഹ്മണരെല്ലാം ശുഭപ്രദവും ദിവ്യവുമായ ആ കഥ ആദരവോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ശ്ലോകം 18. ത്വം തു ജാനാസി ധർമ്മജ്ഞ പൗരാണിം സംഹിതാ കില കൃഷ്ണോക്തം ഗുരുഭക്തത്വാത് സമ്യക് സത്വഗുണാശ്രയഃ. ധർമ്മജ്ഞനായ സൂത, കൃഷ്ണദ്വൈപായനൻ രചിച്ച ആ പുരാണ സംഹിത ഗുരുഭക്തിയും സത്വഗുണത്തിൽ നല്ല ഉറപ്പും ഉള്ളവനായതുകൊണ്ട് അങ്ങേക്ക് വേണ്ട പോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്ലോകം 19. ശ്രുതാന്യന്യാനി സർവജ്ഞ ത്വന്മുഖാന്നിസൃതാനി ച നൈവ തൃപ്തിം വ്രജാമോദ്യ സുധാപാനേ മരായഥാ. സർവജ്ഞനായ സൂത, അങ്ങയുടെ മുഖത്തു നിന്ന് നിർഗളിച്ച
മറ്റു പുരാണങ്ങളെല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സുധാപാനത്തിൽ ദേവന്മാർക്കെന്ന പോലെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് തീരെ തൃപ്തി വന്നിട്ടില്ല. ശ്ലോകം 20. ധിക് സുധാം പിബതാം സൂത മുക്തിർനൈവ കദാചന പിബൻ ഭാഗവതം സദ്യോ നരോ മുച്യേത സങ്കടാത്. സുധപാനം ചെയ്യുന്നവൻ ഒരിക്കലും മുക്തി ലഭിക്കാൻ പോകുന്നില്ല. എന്നാൽ ഭാഗവതം പാനം ചെയ്യുന്ന മനുഷ്യന് പെട്ടെന്ന് സങ്കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. ശ്ലോകം 21. സുധാപാന നിമിത്തം യത് കൃതായജ്ഞാസഹസ്രശഃ ന ശാന്തിമതിഗച്ഛാമ സൂതഃ സർവാത്മനാ വയം. സുധാപാനത്തിന് വേണ്ടി ഞങ്ങൾ ആയിരക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഹേ സൂത, അവയിൽ നിന്നൊന്നും ഒരു വിധത്തിലും ഞങ്ങൾക്ക് ശാന്തി ഉണ്ടായിട്ടില്ല. ശ്ലോകം 22. മഖാനാം ഹി ഫലം സ്വർഗാത് പ്രത്യവനം പുനഃ ഏവം സംസാരചക്രേസ്മിൻ ഭ്രമണം ച നിരന്തരം. യാഗങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം സ്വർഗപ്രാപ്തിയാണ്. സുഹൃതം ക്ഷയിച്ചാൽ പിന്നെ അവിടെ നിന്നും വീഴുകയായി. പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും മർത്യലോകത്തേക്ക് വരണമെന്നർത്ഥം. ഇങ്ങനെ ജീവികൾ സംസാരചക്രത്തിൽ കിടന്ന് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 23. വിനാ ജ്ഞാനേന സർവജ്ഞ നൈവ മുക്തി കദാചന ഭ്രമതാം കാലചക്രേണ നരാണാം ത്രിഗുണാത്മകേ. സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങൾ കൊണ്ട് സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങൾ കൊണ്ട് വിരചിതമായ ഈ പ്രപഞ്ചത്തിൽ കാലചക്രത്തിൽ കിടന്ന് കറങ്ങുന്ന മനുഷ്യർക്ക്, അല്ലയോ സർവജ്ഞനായ സൂത, ഒരിക്കലും ജ്ഞാനം കൂടാതെ മുക്തി ലഭിക്കുകയില്ല. അത സർവരസോപേതം പുണ്യം ഭാഗവതം വദ പാവനം മുക്തിദം ഗുഹ്യം മുമുക്ഷൂണാം സദാ പ്രിയം. അതുകൊണ്ട് എല്ലാ രസങ്ങളും ഒത്തിണങ്ങിയതും പുണ്യവും പരിശുദ്ധവും മുക്തിപ്രദവും ഗുഹ്യവും മുമുക്ഷുക്കൾക്ക് എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടതുമായ ശ്രീമദ് ദേവി ഭാഗവതം അങ്ങ് പറഞ്ഞാലും. ഇത് ശ്രീദേവി ഭാഗവത്തെ പ്രഥമസ്കന്ധേ പ്രഥമോധ്യായ സമാപിച്ചു. ആദ്യത്തെ അധ്യായം സമാപിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.